ഹലോ ഗായ്സ്, നമ്മളെന്നുള്ളത് മാമ്പഴത്തറയില. യൂഷ്വലി ഞങ്ങൾ ബോറടിക്കും പോകുന്ന റൂട്ട് തന്നെയാണ് ആനയെ കാണാനായിട്ട്. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ ആനയുടെ ഈ ഒരു ബോർഡ് മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. സാധാരണ പുനലൂർ തെന്മല വഴി വരാറുള്ള ഞങ്ങള് ഇന്ന് ചാലിയേക്കര പിടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ അസ്ലാമും ഉണ്ട്. അസ്ലാം ഇരുന്ന് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കും ഇവൻ എന്തോ ഗഗനമായിട്ട് ആലോചിക്കുകയാണ്. ഒട്ടുമല്ല, അവന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവൻ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോസ് ഇടുക. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം പുള്ളി ശ്രദ്ധിക്കുന്നില്ല പോസ് ഇടുന്നതിന്റെ കൂട്ടത്തില്. ഒരുപാട് പേര് ചെയ്ത കണ്ടന്റ് ആണെന്ന് അറിയാം മാമ്പഴത്തറ. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോകുന്ന ഒരു വ്ളോഗ് മാത്രമായിട്ട് ഇടുക, വലിയ കാര്യങ്ങളൊന്നും ഇതിൽ കാണത്തില്ല. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടത് ഇങ്ങനെ കുറച്ച് കല്ലടുക്കി വെച്ചിരിക്കുന്നു. ഇനി എന്തെങ്കിലും കാട്ടിലെ ദൈവങ്ങൾ വല്ലതും ആണോ എന്ന് അറിയത്തില്ല. നമ്മൾ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചു. പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് വണ്ടി എടുത്ത് വന്ന് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈതക്കാട്ടിന്റെ അവിടെ നിർത്തിയത്. യൂഷ്വലി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വണ്ടി എവിടെയും നിർത്താറില്ല, ഡെസ്റ്റിനേഷൻ മാത്രമേ നമ്മൾ നിർത്താറുള്ളൂ. ഇപ്രാവശ്യം വ്ളോഗ് എടുക്കണം എന്നുള്ളൊരു മൈൻഡിലൊന്നും പോയതല്ലെങ്കിലും നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നിർത്തി റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് പോയത്. അമ്പഴത്തറയിലോട്ട് പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ ഒരുപാട് പശുക്കളെയും കാളകളെയും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിനൊന്നും ആരും അങ്ങനെ കെട്ടിയിട്ടിട്ടില്ല. ചിലതിനൊക്കെ മൂക്കയറുണ്ട്, ചിലതിനൊക്കെ മൂക്കയർ പോലും ഇല്ലാതെ ഫ്രീ ആയിട്ടാണ് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ആൾക്കാരെ വന്ന് അറ്റാക്ക് ചെയ്ത് നമ്മൾ പേടിക്കേണ്ട, അടുത്ത് നിന്നാലും ഫ്രീ ആയിട്ട് നിൽക്കാം. പിന്നെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഇവനെ കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൂക്കയറും കാര്യങ്ങളൊന്നും ഇവിടുത്തെ പശുക്കൾക്കോ കാളകൾക്കോ അങ്ങനെ യൂഷ്വലി കാണാറില്ലെന്ന്. ഇത് ഇവനെ നോക്കി, ഇതൊരു കാളക്കുട്ടനാണ്. ഇവന്റെ മൂക്കിൽ കയറോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് നിൽക്കുക. നമ്മളൊരു ഉച്ചയ്ക്ക് ഇറങ്ങിയോണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് തന്നെ ഉണ്ടായിരുന്നു. വലിയ ചൂടില്ല, വെയിലുണ്ടെങ്കിലും നമുക്ക് വെയിൽ കൊണ്ട് തന്നെ പോകാൻ പറ്റുന്ന ഒരു ചൂട് മാത്രമേ ഇന്നുള്ളായിരുന്നു. പിന്നെ ഈ കൈതക്കാടിന് നടുവിൽ നിൽക്കുമ്പോൾ എവിടെയൊക്കെയോ പഴുത്ത കൈതച്ചക്കയുടെ മണം നമുക്ക് മൂക്കിൽ കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും, മൊത്തം ഇലക്ട്രിക് ഫെൻസിങ് വെച്ച് മറച്ചിട്ടുണ്ട്. കാര്യം നല്ല രീതി ആനശല്യമുള്ള ഒരു സ്ഥലവും കൂടിയിട്ടാണ് ഈ ഒരു കുറവൻതാവളത്തിന് മുന്നേ ഉള്ള ഒരു തോട്ടം. അങ്ങനെ നമ്മൾ നേരെ കുറവൻതാവളം എന്ന് പറയുന്ന ചെറിയൊരു ജംഗ്ഷനിലെത്തി. മാമ്പഴത്തറ വ്യൂ പോയിന്റിന് മുന്നെയാണ് ഈ ഒരു ജംഗ്ഷൻ. നമ്മളൊരു 3 മണി 3:30 ടൈമായി എത്തിയപ്പോഴത്തേക്ക്. അപ്പോൾ അവിടുത്തെ പണിക്കാരൊക്കെ പണി കഴിഞ്ഞ് തിരിച്ചു പോവുകയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ കാളയ്ക്കും പശുവിനും മൂക്കേറില്ല എന്ന് പറഞ്ഞില്ലേ, ഇത് അതിന് ഉത്തമ ഉദാഹരണമാണ് ഇവൻ. ഇതൊരു കാളക്കുട്ടനാണ്. അവന്റെ എന്ത് ഫ്രീ ആയിട്ടാണ് നടക്കുന്നതെന്ന് നോക്കേ. കയറോ കാര്യങ്ങളോ ഒന്നുമില്ല അവന്റെ ദേഹത്ത്. മൃഗങ്ങളെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ തന്നെ വളർത്തണം, ഫ്രീ ആയിട്ട്, ചുമ്മാ കെട്ടിപ്പൂട്ടി ഇടാതെ. ഇവിടുത്തെ പശുക്കളും പട്ടികളും മാത്രമല്ല മനുഷ്യരുടെ അടുത്ത് നല്ല ടേംഡ് ആയിട്ടുള്ളത്. ഈ ഒരു പൂവൻകോഴിയെ തന്നെ ശ്രദ്ധിച്ചോ. ഞാൻ നല്ല അടുത്ത് പോയി ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് പൂവൻകോഴി ഒന്ന് അടുത്ത് ചെന്നാൽ തന്നെ ജീവനും കൊണ്ട് ഓടും. പക്ഷെ ഇവൻ അങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവൻ നമ്മൾ തൊട്ടടുത്ത് തന്നെ വന്ന് നിന്ന് ഇതൊക്കെ ചെയ്യുന്നത്. കോഴീനെ ഇസ്ലാമിന് ഒറ്റ ഫ്രെയിമിൽ തന്നെ ഞാൻ ഒപ്പിയെടുത്തപ്പോൾ അവന് മനസ്സിലായത് അവനിട്ടുള്ള പണിയാണെന്ന്. പക്ഷെ അവനെ ഞാൻ ഇപ്രാവശ്യം വെറുതെ വിട്ടിരിക്കുന്നു. പിന്നെ ഈ കടയിലെ ചായ, അത് എന്താണെന്ന് അറിയത്തില്ല, നല്ല അടിപൊളി ചായയായിരുന്നു. ആ ഒരു ചായയും ഈ ഒരു ആംബിയൻസും അതുകൂടെ ആകുമ്പോഴത്തേക്ക് ആ ഒരു കോമ്പിനേഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വാഴയ്ക്കൊപ്പം ഉണ്ടെന്നുള്ള സത്യം ഞങ്ങൾ അറിയുന്നത്. 2 ദിവസം അടുപ്പിച്ച് മഴയായതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കുറെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. യൂഷ്വലി ഞങ്ങൾ പോകുന്ന റൂട്ടായിരുന്നെങ്കിലും ഇപ്പൊ ഈ മഴ പെയ്ത് കുറെ സ്ഥലത്ത് മണ്ണിടിഞ്ഞ് ഇങ്ങനെ കുറെ വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് നിന്ന് കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കി സേഫ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രം ഇറങ്ങി ഫാമിലി ആയിട്ടൊക്കെ കുളിക്കാനും വെള്ളം എടുക്കാനൊക്കെ നിൽക്കുക. അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ട വെള്ളച്ചാട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വെള്ളച്ചാട്ടം ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെള്ളച്ചാട്ടം. ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ക്ലോസ് റേഞ്ചിൽ ഒരു ഷോട്ട് എടുക്കാനായിട്ട് നമ്മൾ നോക്കിയെങ്കിലും നടന്നില്ല. അസ്ലാം റിസ്ക് എടുത്ത് തന്നെ മുകളിലോട്ട് വലിഞ്ഞു കയറാൻ നോക്കി. പക്ഷെ പുള്ളി നടന്ന് അതിന്റെ അടുത്ത് വരെ പോകാനായിട്ട് പറ്റിയില്ല. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് നടന്ന് അപ്പുറത്തെ പാറ വരെ പോകാനായിട്ട് നമുക്ക് പറ്റുന്നുള്ളൂ. കാര്യം നല്ല വഴുക്കലുണ്ട്. ഇനി വഴുക്കി തെറ്റി വീണ് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ആക്സിഡന്റ് ആയാൽ പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് കുറേ സമയം എടുക്കും. അങ്ങനെ ആ ഒരു റിസ്ക് എലമെന്റ് ഉപേക്ഷിച്ച് അസ്ലാം നേരെ താഴോട്ടിറങ്ങി. അപ്പോൾ ദേ ഈ കാണുന്നതാണ് മാമ്പഴത്തറ വ്യൂ പോയിന്റിൽ നിന്നുള്ള വ്യൂ. ഇതിന്റെ ഭംഗി എത്രത്തോളം ഈ ക്യാമറ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വന്ന് നേരിട്ട് കണ്ട് തന്നെ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മൾ ഓരോ തവണ വന്ന് ഈ ഒരു വ്യൂ ആസ്വദിക്കുമ്പോഴും കിട്ടുന്നൊരു ഫീൽ ഒന്ന് വേറെ തന്നെ. കാര്യം എത്ര തവണ വന്നാൽ ഈ ഒരു വ്യൂ പോയിന്റ്, ഈ ഒരു വഴി നമുക്ക് മടക്കത്തില്ല. അപ്പൊ നിങ്ങൾ കൊല്ലത്തുള്ളവരായിട്ടും നിങ്ങൾ ഈ ഒരു വ്യൂ പോയിന്റും ഈ ഒരു ബ്യൂട്ടി ആസ്വദിച്ചിട്ടില്ലെങ്കിൽ നേരെ വണ്ടി എടുത്ത് വിട്ടോ. ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ അടിപൊളി കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ബൈക്ക് റൈഡ് അടിക്കാൻ പറ്റിയ ഒരു റൂട്ടും കൂടെ ഇത്. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് ആനേനെയും മയിലിനെയും
ഞങ്ങൾ മ്ലാവിനെ വരെ കണ്ടിട്ടുണ്ട്. മ്ലാവിന്റെ വീഡിയോ ഞങ്ങൾ പുറക്കെ ഇടുന്നതായിരിക്കും. രാത്രി കാലങ്ങളിലും ഈ റൂട്ട് വഴി പോകുന്നതിന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരികയാണെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ രാത്രി ഇതുവഴി യാത്ര ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. കാര്യം ഈ പോകുന്ന വഴികളിലെല്ലാം ആനപ്പിണ്ടം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആന ഇറങ്ങുന്ന വഴികളാണ്. ആനശല്യം നല്ല കൂടുതലുള്ള ഒരു ഏരിയയും കൂടാണ് ഈ മാമ്പഴത്തറ എന്ന് പറയുന്നത്. ഈ ചേട്ടന്മാര് പോകുന്ന ഈ ഒരു വഴിയായാലും ആന ഇറങ്ങുന്നതാണ്. നിങ്ങളപ്പോൾ സൂക്ഷിച്ചും കണ്ടും മാത്രം ഇതുവഴി യാത്ര ചെയ്യുക. അതിപ്പോൾ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും കെയർഫുൾ ആയിട്ടിരിക്കുക. രാവിലെ യാത്ര ചെയ്തുള്ള ഒരു ഗുണം അടുത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. രാത്രിയാണെങ്കിൽ അതും പറ്റത്തില്ല, വല്ല ടോർച്ചൊക്കെ കൊണ്ടുപോയാൽ മാത്രമേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു വരിക. വന്ന് ഈ ഒരു വ്യൂ അസ്ലം ഇരിക്കുന്ന പോലെ തന്നെ ഇരുന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ട് എണീറ്റ് പോവുക. നല്ല വ്യൂ ആണ്, നല്ല ആംബിയൻസ് ആണ്, നല്ല സ്ഥലമാണ്. അങ്ങനെ നമ്മൾ നേരെ വീണ്ടും ചാലിക്കര എത്തി. നമ്മൾ മാമ്പഴത്തറ തന്നെ വീണ്ടും റിട്ടേൺ വന്ന്. കാര്യം വേറെ ഒന്നുമല്ല, ആനയെ കാണാമെന്നും പറഞ്ഞാൽ വന്നു. പക്ഷെ ആനയൊന്നും കാണാൻ പറ്റിയില്ല. ചാലിക്കര എത്തിയപ്പോൾ എന്തേ ഇങ്ങനെ 2 മുട്ടനാടിനെ കണ്ടു. ഈ ഒരു അമ്പലം തമിഴ്നാട് സ്റ്റൈലിൽ പണിഞ്ഞിരിക്കുന്ന അമ്പലം. ചാലിക്കര ഇപ്പോൾ റിനോവേഷന്റെ വർക്കിലാണെന്ന് തോന്നുന്നു. കാര്യം ഈ വീടുകളുടെ മേൽക്കൂടിയൊക്കെ കുറച്ച് ഭാഗങ്ങളിൽ പൊളിച്ചിട്ടിട്ടുണ്ട്. ചാലിക്കര വഴി വീട്ടിലേക്ക് തിരിച്ച് ഞങ്ങൾക്ക് ഒരു ബോണസ് പോയിന്റ് ആയിരുന്നു ഈ ഒരു തൂക്കുപാലം. നമ്മൾ കുറെ തവണ ഈ ഒരു വഴി പോയിട്ടുണ്ടെങ്കിൽ ഈ റബ്ബറും കാട്ടിനിടയിലുള്ള ഈ ഒരു തൂക്കുപാലം അങ്ങനെ കണ്ണിപ്പെട്ടിട്ടില്ല. നമ്മൾ എന്തോ പർപ്പസിന് വേണ്ടി വണ്ടി സൈഡിൽ നിർത്തിയപ്പോഴാണ് ഈ ഒരു തൂക്കുപാലം കാണുന്നത്. നമ്മളെ നാട്ടിലൊന്നും യൂഷ്വലി ഇങ്ങനെ ഈ ഒരു തൂക്കുപാലം കാണാറില്ല. അതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ ഒരു കൗതുകം കൊണ്ട് ഞാൻ നേരെ അതിന് മുകളിലേക്ക് വലിഞ്ഞു കയറി. അങ്ങനെ കയറിയപ്പോഴാണ് എനിക്ക് ആ ചതി മനസ്സിലായത്. കയറി ഒരു പാതി വരെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇതിന്റെ തടിയൊക്കെ അവിടെ എവിടെയൊക്കെ ഇളവിയിരിക്കുക. അതുകൊണ്ട് നോക്കിയും കണ്ട് നിൽക്കണം. അത് മാത്രമല്ല, ഒരു കയ്യിൽ ക്യാമറ ഹോൾഡ് ചെയ്ത് ഇതിന് ഉള്ളിലൂടെ നടക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാര്യം ഇത് നല്ല രീതിയിൽ ആടുന്നുണ്ട്. ആട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ ആട്ടമൊന്നുമില്ല, നല്ലോണം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും, നല്ല തിന്നായിട്ടുള്ള പലക ഇത് വെച്ച് അടിച്ചിരിക്കുന്നത്. നാട്ടുകാരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണത് സേഫ് ആണോ നടന്ന് അപ്പുറത്തേക്ക് പോകാനെന്ന്. ആരും ഇങ്ങോട്ടേക്ക് വരുന്ന കാണാത്തതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പകച്ച് കുറച്ച് പേര് അതിന്റെ മുകളിൽ തന്നെ നിന്നു. ഞാൻ അസ്ലാമിനെ വിളിക്കുന്നുണ്ട്, അവനാന്ന് എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് ഞാൻ നടക്കാനായിട്ട് നോക്കി. പക്ഷെ കുറച്ച് മുന്നേക്ക് നടക്കുമ്പോഴും എനിക്ക് ക്യാമറ ഒരു കൈ കൊണ്ട് പിടിച്ച് ഒരു സൈഡ് പിടിച്ച് നടക്കാനായിട്ട് പറ്റുന്നില്ല. നല്ല ആട്ടമുണ്ട് ഈ ഒരു പാലം. പിന്നെ കുറച്ച് നേരം ഞാൻ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ തിരിച്ച് ഷോട്ടൊക്കെ എടുത്ത് നോക്കി. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായി പാല സൈഡിലൊക്കെ പൊട്ടിയിരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ അധിക നേരം ഇതിന്റെ മുകളിലേക്ക് നിൽക്കാനായിട്ട് നിന്നില്ല. കുറച്ചു നേരം മുന്നോട്ട് നടന്ന് കുറച്ച് നടുക്കോട്ട് പോയിട്ട് ഞാൻ നേരെ യജ്ഞം മതിയാക്കി തിരിച്ചു വരിക ചെയ്തത്. ഇങ്ങനെ പോകുന്ന വഴിക്കതേ ഈ ഒരു അട്ടയെ കണ്ട അസ്ലാമിനൊരു കൗതുകം. അതിനെ ഒന്നെടുത്ത് കൈ വെക്കണമെന്ന്. പിന്നെ അവൻ അതിനെ ശല്യപ്പെടുത്തി അതിനെ കൊണ്ട് നേരെ അതിനെ ചുരുട്ടി ഒരു ഉണ്ട പോലെ അവനാക്കിയെടുത്തു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പൊക്കിയെടുത്ത് ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് അവന്റെ മാൻ മാസ് വൈൽഡ് പരിപാടി തുടങ്ങി. ആ മുഖത്തെ സന്തോഷം നോക്കിയ ജിലേബി കൈയിരിക്കുന്ന പോലെ. പാവട്ടയ്ക്ക് വായ ഉണ്ടായിരുന്ന ഇപ്പൊ അവനെ ചീത്ത വിളിച്ചേനെ. കുറച്ചു നേരം ക്യാമറയുടെ മുമ്പ് വെച്ചിട്ട് അവൻ അതിനെ പ്രദർശിപ്പിച്ചെങ്കിലും പിന്നെ അതിനെ വെറുതെ എവിടെയാ ചെയ്തത്. അട്ടപ്പൂത്തിരി ഒരു ജീവൻ ഞങ്ങൾ രക്ഷിക്കണേ. വണ്ടി കയറി പൊട്ടിപ്പോണുള്ള സാധനം ഇന്ന് നിനക്കൊരു 150 വർഷം ജീവിക്കാം. പോക്കോ. അപ്പൊ നമ്മുടെ യാത്രകൾ ഇനി അവസാനിക്കുന്നില്ല. നമ്മളെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമന്റിലൂടെ അറിയിക്കുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.